രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാനാപകടം സംബന്ധിച്ച വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് ഉയരുന്നതിൽ അസ്വാഭാവികത ഉണ്ടായിരുന്നു എന്ന് ദൃക്സാക്ഷികളടക്കം വ്യക്തമാക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ നിന്നും വളരെ താഴ്ന്നാണ് വിമാനം മുൻപോട്ട് പോയതെന്നും ദൃക്സാക്ഷികൾ ജനം ടിവിയോട് പറഞ്ഞു. അഹമ്മദാബാദിൽ ഇപ്പോൾ അടിയന്തര യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ. അതോടൊപ്പം തന്നെ ചില പ്രചരണങ്ങൾ നടന്നിരുന്നു, ഇതിന് പിന്നിൽ അട്ടിമറി ഉണ്ട് എന്നിങ്ങനെ. പക്ഷേ ഇതിനെല്ലാം കേന്ദ്ര സർക്കാർ തള്ളിയിരിക്കുകയാണ്. ഇത്തരം പ്രചരണങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകരുത്. കാരണം രാജ്യം കഴിഞ്ഞ ദിവസം കണ്ടത് രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന ദുരന്തമാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തരുതെന്നും അധികൃതർ പറയുന്നൊരു സാഹചര്യമുണ്ട്. ജിഷ്ണു കൃഷ്ണൻ തുടരുന്നു. ജിഷ്ണു, ഇപ്പോൾ ഏറ്റവും പുതുതായി പറയാനുള്ളത് ഈ ദുരന്തത്തിന് പിന്നിൽ വലിയൊരു അട്ടിമറി ഉണ്ടെന്നുള്ള തരത്തിലേക്ക് പ്രചരണങ്ങൾ മുന്നോട്ട് പോയിരുന്നു. പക്ഷേ ഇതെല്ലാം കേന്ദ്ര സർക്കാർ തള്ളിയിരിക്കുകയാണ്. ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പ്രചരിപ്പിക്കരുതെന്ന് കൂടി സർക്കാർ അറിയിക്കുകയാണ്, അല്ലേ? അട്ടിമറി സാധ്യതയ്ക്ക് അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങളോ അല്ലെങ്കിൽ അത്തരം സൂചനകളോ നേരത്തെയും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വ്യോമയാന മന്ത്രാലയവുമായി ബന്ധപ്പെട്ടോ ഈ അപകടവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വ്യോമയാന മന്ത്രാലയവുമായി ബന്ധപ്പെട്ടോ ഈ അപകടവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ അന്വേഷണം നടത്തുന്നവരോ മുൻപോട്ട് വെച്ചിരുന്നില്ല. അത് ചില ദുരൂഹ ആരോപണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരം യാതൊരു തരത്തിലും അട്ടിമറി ഇല്ല എന്നുള്ളത് ഇന്നലെ രാത്രി മാധ്യമങ്ങളെ കണ്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം തന്നെ സൂചിപ്പിച്ചത് ഇതൊരു പെട്ടെന്നുണ്ടായിട്ടുള്ള ആക്സിഡന്റ് ആണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. വിമാനത്തിലുണ്ടായിരുന്നവരെ രക്ഷിക്കാനുള്ള സമയമോ അവസരമോ പോലും നൽകാതെ അത്രയധികം വേഗത്തിൽ ആഘാതം ഏൽപ്പിച്ചുകൊണ്ട് അത്രയധികം ആഴത്തിൽ ആഘാതം ഏൽപ്പിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ നടന്നൊരു അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ സാധ്യമായിട്ടുള്ള എല്ലാ ഇടപെടലുകളും രക്ഷാദൗത്യവും നടത്തിയിട്ടുണ്ട് എന്ന കാര്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അട്ടിമറി സാധ്യതകൾക്ക് നിലവിൽ യാതൊരു തരത്തിലുമുള്ള പ്രസക്തിയുമില്ല. ഇനി അതിനപ്പുറത്തേക്ക് നിലവിൽ അന്വേഷണം നടത്തുന്ന വ്യോമയാന മന്ത്രാലയത്തിൻ്റെ വിദഗ്ധ സംഘമോ അതല്ലെങ്കിൽ ഈ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയോ എത്തരത്തിൽ സൂചനകൾ നൽകുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം സാധ്യമാവുകയുള്ളൂ. അത് ആഭ്യന്തര മന്ത്രിയാണെങ്കിലും അല്ലെങ്കിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയും വ്യോമയാന മന്ത്രാലയവുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ നിലവിൽ വളരെ കൃത്യമായി പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു അപകടം, അതിൻ്റെ കാരണം കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഏതായാലും നിലവിൽ ഈ അപകട സ്ഥലവും ഒപ്പം ആശുപത്രിയും സന്ദർശിച്ചിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടക്കയാത്രയിൽ വിമാനത്താവളത്തിൽ നിന്നുകൊണ്ട് തന്നെ അടിയന്തര യോഗവും ചേർന്നിട്ടുണ്ട്. നിലവിൽ അഹമ്മദാബാദിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടാതെ വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു വ്യോമയാന സഹമന്ത്രി, വ്യോമയാന മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ, സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർ, ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അഹമ്മദാബാദിലുണ്ട്. വളരെ കൃത്യമായി ഈ ദുരന്ത സ്ഥലവും ആശുപത്രിയും നേരിട്ട് സന്ദർശിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്തി ഉന്നതതല യോഗം ചേർന്നു. ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരിക്കുകയാണ്. അതായത് ഡൽഹിയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുകയോ വിലയിരുത്തുകയോ ചെയ്യുന്നതിനപ്പുറത്തേക്ക് സംഭവം നടന്ന പ്രദേശത്തേക്ക് നേരിട്ടെത്തിക്കൊണ്ട് ആശുപത്രിയിലെത്തി അതിൽ അപകടം സംഭവിച്ചവരെ നേരിട്ട് സന്ദർശിച്ചുകൊണ്ട് അവർക്ക് ചികിത്സ ഉറപ്പാക്കണമെന്ന നിർദ്ദേശം നൽകിക്കൊണ്ടും ഉന്നതതല യോഗം ചേർന്നുകൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ അപകടം നടന്നിട്ടുള്ള സ്ഥലമാണ്. വിമാനം ഈ വളരെ അസാധാരണമായ രീതിയിൽ താഴേക്ക് വരികയും ഇപ്പോൾ കാണുന്ന ഈ കെട്ടിടത്തിന് നടുവിലേക്കാണ് വിമാനം ഇടിച്ച് ഇറങ്ങിയിട്ടുള്ളത്. അതിലെ പരിശോധനകൾ പൂർണ്ണമായിട്ടുണ്ട്. ഫോറൻസിക് വിഭാഗം 5 മണിക്കൂർ നീണ്ടുന്ന പരിശോധന നടത്തി. NSD വിഭാഗം പരിശോധന നടത്തി മടങ്ങി. ദേശീയ ദുരന്ത നിവാരണ സേന അവസാനഘട്ട പരിശോധന നടത്തുകയാണ്. ദേവിക.